അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മള് പരീക്ഷയുടെ ചൂടൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് തണുപ്പിക്കണ്ടേ. ഇതുപോലുള്ള വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും, എന്നെ പോലുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക. എന്നിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോ കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആവേശം കയറി കാണാൻ റെസിപ്പി കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് അങ്ങോട്ട് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ കൂട്ടുകാർക്ക് ഇത്രയും തന്നെ പറഞ്ഞപ്പോ തന്നെ റെസിപ്പി കാണാനുള്ള ആവേശം കയറിയില്ലേ, അതാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് അങ്ങോട്ട് കടന്നാലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അടുപ്പയിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി മുറിച്ചിട്ടുള്ള കാഷ്നട്ടാണ്. അതൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് തന്നെ നമ്മൾ ഒരു ബൗളോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടുക്കാച്ച റെസിപ്പി. നമ്മൾ ചെറിയ ജീരകം കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മൾ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അറഞ്ചും പുറഞ്ചും നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി ഇടുന്ന സാധനമാണ് ശർക്കര. ശർക്കര നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര എടുത്താൽ പകുതി മുക്കാൽ ഞങ്ങളാണ് കഴിക്കാറ്. പകരം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തു. ശർക്കര എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. ശർക്കര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേക നൊസ്റ്റാൾജിയാണ്. അപ്പോൾ നമ്മൾ ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ബൗളോളം തേങ്ങ ചെറിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ആക്കിയ ശേഷം അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പാല്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ബൗൾ പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഒരു ബൗൾ പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ നമ്മൾ പാലൊക്കെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യുക. പാലും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാട്ടോ. ഞാൻ പറയുന്ന എൻ്റെ ഒരു രീതിയിലാണെങ്കിൽ ഗോതമ്പ് പൊടി ഇഷ്ടപ്പെടാത്ത ആർക്ക് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്കൊന്ന് കിണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അത് നമ്മളതിലേക്ക് കുറച്ച് പൊടി മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മാവ് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്കിതൊന്ന് ഉരുള പിടിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഞാനല്ല, വാപ്പി സെറ്റാക്കിയിട്ട് എടുത്തു. പിന്നെ നമ്മളെ കുഴക്കട്ടയ്ക്ക് എടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കുറച്ച് ഉരുളയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുഴക്കട്ടയല്ല, ആ ഒരു രീതിയിൽ ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. കുഴക്കട്ടയേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ കുഴക്കട്ട ഇഷ്ടപ്പെടാത്ത കൂട്ടുകാർക്ക് പോലും ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഞാൻ ചുമ്മാ പറയുമല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുക, ഫുൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, അത് മറക്കില്ല. അപ്പോൾ കഠിന പരിശ്രമത്തിനിടയിൽ നമ്മളെല്ലാം ഒന്ന് ഉരുളാക്കിയിട്ട് എടുത്തു. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കൂട്ട് അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തു. ഇതെല്ലാം ഓരോന്നായി പറക്കി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് പറക്കി വെച്ച് കൊടുത്ത് ഒന്ന് ആവിയിൽ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊരു പാത്രത്തിലേക്ക് സെർവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ബേസിക്കലി കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സ്നാക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.